നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിടത്ത് അഭിലാഷ് എന്ന പേരുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. പഠിക്കാൻ നല്ല മിടുക്കൻ, നല്ല അനുസരണം, ശാന്ത സ്വഭാവം, കായിക രംഗങ്ങളിൽ തൽപരൻ എന്നീ കാരണങ്ങൾ കൊണ്ട് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അതുപോലെ നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അഭിലാഷ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നു, അഭിലാഷ് ഒരിക്കൽ ഒരു വലിയ ആളായി മാറുമെന്ന്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവന്റെ ഒരു സുഹൃത്ത് അവനൊരു പുസ്തകം നൽകി. അത് വീട്ടിൽ കൊണ്ടുപോയി ഒളിച്ചിരുന്ന് വായിക്കാൻ പറഞ്ഞു. അത് എന്താണെന്ന് നോക്കാതെ അഭിലാഷ് ആ പുസ്തകത്തെ തന്റെ ബാഗിനുള്ളിൽ വെച്ചു. അന്ന് രാത്രി പഠിക്കുന്ന സമയം ആ പുസ്തകം അവന്റെ കയ്യിൽ തടഞ്ഞു. പുസ്തകം തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. മുഴുവനും അശ്ലീലം നിറഞ്ഞ കഥകളും ഫോട്ടോകളും ആയിരുന്നു അതിനുള്ളിൽ. ഏതുതരം പുസ്തകമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഓരോ പേജ് മറിക്കുമ്പോഴും ഭയം കലർന്ന എന്തോ ഒരു മാനസികാവസ്ഥ. പുസ്തകം മാറ്റിവെക്കാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല. എന്നിട്ടും ഭയം അതിന് അനുവദിച്ചില്ല. പുസ്തകം പഴയ ഇടത്തിൽ തന്നെ വെച്ചു. പിന്നെ പഠിക്കാനായി പാഠപുസ്തകം എടുത്തു. പക്ഷെ ഒന്നും തലയിൽ കയറുന്നില്ല. പിന്നെയും ആ പുസ്തകമൊന്ന് കാണണമെന്ന തോന്നൽ, പിന്നെ ആ തോന്നൽ അവനെ കീഴടക്കി. അവൻ ആ പുസ്തകം വീണ്ടും കയ്യിലെടുത്തു. പാഠപുസ്തകത്തിന്റെ മറവിൽ വെച്ച് അവൻ വായിക്കാൻ തുടങ്ങി. എന്തൊക്കെയോ ഒരു മാനസിക അനുഭവം അവനെ വീർപ്പുമുട്ടിച്ചു. പിറ്റേ ദിവസം തനിക്കുണ്ടായ ഈ അവസ്ഥയെ തനിക്ക് പുസ്തകം തന്ന ആ സുഹൃത്തിനോടായി തന്നെ ചോദിച്ചു. ആ സുഹൃത്ത് തന്റെ അനുഭവത്തിലൂടെ ലഭിച്ച അറിവും അവിടുന്നും ഇവിടുന്നും കിട്ടിയ ആത്മജ്ഞാനവും അവനെ പങ്കുവച്ചു. ആ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ സുഖത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ, അതിൽ ആനന്ദം കണ്ടെത്തുവാൻ ഉള്ള മാർഗവും അവന് ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് നീ ഒരു വലിയ പുരുഷനായി കേട്ടോ എന്ന അഭിനന്ദനവും നൽകി. പിന്നീട് ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാൻ അവന് സാധിച്ചില്ല. വേഗം വീട്ടിലെത്തുവാനായി കാത്തിരുന്നു. ഹാളിൽ എല്ലാവരും കാണുന്ന രീതിയിൽ ഇരുന്ന് പഠിച്ചിരുന്ന അവൻ അന്ന് പഠനം തന്റെ മുറിയിലേക്ക് മാറ്റി. ഏകാഗ്രതയ്ക്കായാണ് എന്ന് മാതാപിതാക്കൾ കരുതി. മുറി അടച്ചിട്ട് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. അന്ന് മുതൽ അവൻ ഒറ്റയ്ക്കിരിക്കാനും അതുപോലെ മറ്റുള്ളവരോട് മുഖം മറിക്കാനും പഠിച്ചു. പതുക്കെ പതുക്കെ അവന് പഠനത്തോടുള്ള താല്പര്യവും കുറവും അതുപോലെ സ്വഭാവത്തിന് മാറ്റവും ഉണ്ടായി തുടങ്ങി എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഏതൊരു കാര്യത്തിലും അവൻ കുറ്റങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. തമാശകൾ ഇഷ്ടപ്പെടാതെയായി. എല്ലാത്തിനോടും ഒരു പുച്ഛഭാവം, തർക്കുത്തരം പറയുന്ന പ്രവണത, എല്ലായ്പ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടെത്തുക, അതുമാത്രം പറയുക, ഈ സ്വഭാവമെല്ലാം അവന് വന്നു തുടങ്ങി. പക്ഷെ ഈ മാറ്റങ്ങൾ ഒന്നും അവനോ അവന്റെ കൂടെയുള്ളവർക്കോ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അഭിലാഷിന് താൻ ചെയ്യുന്ന രഹസ്യമായ ആ കാര്യം ഒരു തെറ്റാണ് എന്നോ അല്ലെങ്കിൽ അതിലൂടെ തന്റെ ഉജ്ജ്വലമായ ഭാവി നഷ്ടമാകുമെന്നോ തന്നെ മറ്റുള്ളവർ വെറുക്കാൻ തുടങ്ങിയെന്നോ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ അവന്റെ ഓർമ്മശക്തി കുറഞ്ഞു. കണ്ണിന് കാഴ്ച മങ്ങുപോലെ ഇടയ്ക്ക് അനുഭവപ്പെടും. ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങും പോലെയും അതുപോലെ തന്റെ ശക്തി ക്ഷയിച്ച പോലെയും ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇക്കാര്യങ്ങളെല്ലാം ഒരു വലിയ പ്രശ്നമായി അവന് മനസ്സിലായില്ല. തന്റെ മുഖത്തിലെ തേജസ്സും അതുപോലെ തന്റെ ഉന്മേഷവും നഷ്ടപ്പെടുന്നതിനുള്ള കാരണം താൻ ദിവസവും ചെയ്യുന്ന ഈ കർമ്മം കൊണ്ടാണ് എന്നവന് മനസ്സിലാക്കാനേ സാധിച്ചില്ല. അവനത് ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. തൻ്റെ പഠനം, ഉറക്കം,
നല്ല സൗഹൃദങ്ങൾ, മാതാപിതാക്കളോടുള്ള ബഹുമാനം, സ്നേഹം എന്നിവയിലെല്ലാം മോശമായ വ്യത്യാസങ്ങൾ ഉണ്ടായത് അവൻ സത്യത്തിൽ അറിഞ്ഞതേയില്ല. കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ സ്വയംഭോഗം എന്നത് അവന്റെ ജീവിത ചര്യയായി മാറിക്കഴിഞ്ഞു. അതിന് അവന് ചില ആധുനിക ശാസ്ത്രത്തിന്റെ അഭിപ്രായവും സഹായിച്ചു. അത് ഏതൊക്കെയെന്ന് കൂടി പറയാം. ആധുനിക മെഡിക്കൽ ശാസ്ത്രം പറയുന്നത് സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് തെളിവുകളില്ല എന്ന്. രണ്ടാമത്തേത്, വന്ധ്യത, ശാരീരിക ദൗർലഭ്യം, കാഴ്ചക്കുറവ്, മാനസിക ആരോഗ്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്നും ശാസ്ത്രീയ തെളിവുകളില്ല. മൂന്നാമത്തേത്, സ്വയംഭോഗം മനുഷ്യ ലൈംഗികതയുള്ള ഒരു സാധാരണ ഭാഗമാണ് എന്നും. നാലാമത്തേത്, ചിലർക്ക് ലൈംഗിക സമ്മർദ്ദം കുറയ്ക്കാനും ഉറക്കം മെച്ചപ്പെടുത്താനും സഹായകമാകുന്നു എന്നും ആധുനിക മെഡിക്കൽ ശാസ്ത്രം പറയുന്നു. ഇതെല്ലാം സത്യമായി തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തേത്, ഇതിലൂടെ ലഭിക്കുന്ന അല്പസുഖത്തിൽ അടിമപ്പെട്ടതു പോയതുകൊണ്ടും. രണ്ടാമത്തേത്, ഇതിന്റെ ദോഷവശങ്ങളെപ്പറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടുമാണ്. ജീവിത ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബ്രഹ്മചര്യം അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം വിജയമാകുന്നത് വെറും ഒഴിവാക്കൽ കൊണ്ടല്ല, ആ ഊർജത്തെ മറ്റൊരു അർത്ഥവത്തായ ലക്ഷ്യത്തിലേക്ക് മാറ്റുമ്പോഴാണ്. ഇക്കാര്യം എപ്പോഴും ഓർക്കുക. പിന്നെ ആ അഭിലാഷിന് അവസാനം എന്താണ് സംഭവിച്ചതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. സത്യത്തിൽ എന്തായിരുന്നു അഭിലാഷിന് സംഭവിച്ചത്? കുട്ടികളിൽ സ്വയംഭോഗം കാണപ്പെടുന്നത് പലപ്പോഴും വളർച്ചയുടെ ഭാഗമായുള്ള സ്വാഭാവിക ജിജ്ഞാസ മൂലമാകാം. നല്ല കൂട്ടുകാരെ വേണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന ഉപദേശം ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. കുട്ടിയെ അപമാനിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ കുറ്റബോധവും മാനസിക സമ്മർദ്ദവും ഉണ്ടാകും. പകരം ശാന്തമായി പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ വേണം സംസാരിക്കാൻ. ശരീരഭാഗങ്ങളെക്കുറിച്ചും സ്വകാര്യതയെക്കുറിച്ചും കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുക. അമിതമായ ഒറ്റപ്പെടൽ ഒഴിവാക്കുക. കളികൾ, വായന, സംഗീതം തുടങ്ങിയവയിൽ പങ്കെടുക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക. ഇന്റർനെറ്റിന്റെ ഉപയോഗത്തിന് വ്യക്തമായ നിയമങ്ങൾ ഉണ്ടാക്കുക. പ്രായത്തിന് അനുയോജ്യമല്ലാത്ത വീഡിയോകൾ, അശ്ലീല ഉള്ളടക്കങ്ങൾ എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം അത് മാത്രമാണ് ഏക മാർഗം, അല്ലാതെ മറ്റൊരു വഴിയും ഇല്ല. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. ബ്രഹ്മചര്യത്തെ പറ്റി മുമ്പ് പറഞ്ഞ വീഡിയോകളെല്ലാം കാണാനും ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.